ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇങ്ങളെ ഞാൻ ഹാപ്പി ആക്കി. പക്ഷെ നിങ്ങളാരും ഇന്നെ ഹാപ്പി ആക്കിയില്ല. അതെനിക്ക് സങ്കടമൊന്നുമില്ല, ചെറിയൊരു വിഷമം മാത്രം. പക്ഷേ നിങ്ങൾ ഇന്നെ ഹാപ്പി ആക്കിയിട്ടില്ലെങ്കിലും ഇങ്ങളെ ഹാപ്പി ആക്കേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് മാത്രം ഇനി അങ്ങോട്ട് വരാൻ പോണ എല്ലാ ചാപ്റ്റേഴ്സും അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ മുതലാണ് ട്രാക്ക് കണ്ട് കയറുന്നത്. ഇനി നമുക്കറിയാം യോഗോൺ ആരാ, എന്താണ് ഓന് എന്നൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് നോക്കല്ലേ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ബേഗിയുടെ കഴുത്തിലെ ആ ചുവന്ന പാടും വിളറിയ മുഖമാണ്. അവന് ശരിക്കും എന്താണ് പറ്റിയത്? ആരാണ് അവനെ ഈ അവസ്ഥയിലാക്കിയത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരമാണ് ഇന്ന് നമ്മൾ കാണാൻ പോണത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിൻ്റെ പിന്നിൽ കഴിച്ചവനെ യോവൂണ് വെറുതെ വിടുന്നു തോന്നില്ല. കാരണം അവനെ ഏറ്റവും വെറുപ്പുള്ള, അവനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു കാര്യമാണ് ആ ശത്രു ചെയ്തത്. ആരാണ് ആ ശത്രു? യോവൂൺ അവനെ എന്ത് ചെയ്യും? കൂടുതൽ സമയം കളഞ്ഞില്ല, നമുക്ക് നേരെ ഇന്നത്തെ കിടിലൻ എപ്പിസോഡിലേക്ക് കിടക്കാം. വീഡിയോ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് അക്കാഡമി കഫറ്റീരിയയാണ്. അവിടെ ഇരുന്ന് ബേഗി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് അവിടേക്ക് സ്റ്റുഡൻറ്റ് 2 സ്വാഡ് സെക്ടത്തെ യങ് മാസ്റ്ററായ ഗ്യോങ്യോൺ ക്യൂൺ വന്നു. ഏയ് സ്റ്റുഡൻറ്റ് 18, നീയും ആ പ്രൊഫസറും തമ്മിലുള്ള മാച്ച് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. ഞാൻ ഫുഡ് കഴിക്കുകയാണ്, എന്നെ വെറുതെ ശല്യപ്പെടുത്താൻ നിൽക്കരുത്. കണ്ടിട്ട് ഇവനൊരു അഹങ്കാരിയാണെന്ന് തോന്നുന്നുണ്ട്. ശരി, എങ്കിൽ ഞാൻ നേരെ കാര്യത്തിലോട്ട് കടക്കാം. നിന്റെ സ്കില്ല് കണ്ട് ശരിക്കും ഞാൻ ഇമ്പ്രസ്സായി. നീ അസെൻഡൻ്റ് മാസ്റ്റർ ലെവലിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ളൂ അല്ലേ? നിനക്ക് ഗ്രൂപ്പ് ലീഡർ ആവാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ നിനക്ക് അത് മാത്രം മതിയോ? അതിൻ്റെയും മുകളിലോട്ടൊന്നും പോകണ്ടേ? ബേഗിയാണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ നല്ല രീതിക്ക് ഫുഡ് മടമടാന്ന് അടിച്ച് കയറ്റുക. ഓ, ഈ ബ്രാറ്റ് കൂളായിട്ടിരിക്കുക. ഇപ്പം നീ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ മെമ്പേഴ്സിനെ കൂട്ടുകയെന്നില്ല നിന്റെ പ്ലാന് മൊത്തം പാളും. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ നിനക്ക് വലിയ ഡീലാണ്. എനിക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഓഫറാണിത്. ആ ഷാഡോ സെക്ടത്തെ പയ്യൻ ഒരു ഫൂളാണ്. അവനെ എന്നെ അവൻ്റെ റൈറ്റ് ഹാൻഡ് മാൻ ആക്കണം പോലും. ഓ, ഈ 6 സെക്ടത്തെ ബ്രാറ്റുകളെയും കൊണ്ട് ഞാൻ തോറ്റു. ഗ്രൂപ്പ് ലീഡർ ആവുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ മേലേക്കുള്ള പൊസിഷൻ കിട്ടുന്നതിനെക്കുറിച്ചോ ഞാനൊന്നും ഇവിടെ ആലോചിക്കുന്നില്ല. പക്ഷേ ഒരാൾക്ക് പോലും കീഴിൽ ഞാൻ നിൽക്കൂല. എൻ്റെ ഒരേ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ങർ ആവുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വന്ന് ഡിസ്റ്റർബ് ചെയ്യണതിന് എന്നോട് ക്ഷമിക്കണം. പക്ഷേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഓ, ഇനി ഇതാരാ? എനിക്ക് നിൻ്റെ അടുത്ത് ഒന്നും കേൾക്കണ്ട. നീ സ്ഥലം വിട്ടോ. പക്ഷേ നമ്മളിപ്പോൾ സംസാരിച്ചിട്ടില്ലെങ്കിൽ അതൊരു മരണത്തിന് തന്നെ കാരണമാകും. എന്ത്? ഓ, ഇവനോ? നീ ആ 6 സെക്ടത്തെ സ്റ്റുഡൻ്റ് പോലും അല്ല. പക്ഷേ നിന്റെ അഹങ്കാരം മറ്റുള്ള 2 ആൾക്കാരെക്കാളും കൂടുതൽ ഇരട്ടിയാ. നീ എന്താ ഈ ചീപ്പ് ടാക്ടിക്സ് ഒക്കെ ഉപയോഗിച്ച് കൂടുതൽ മെമ്പേഴ്സിനെ നിന്റെ ഗ്രൂപ്പിലേക്ക് ചേർക്കാമെന്ന് വിചാരിച്ചോ? അല്ല, ഞാൻ അതിനല്ല വന്നത്. ഇതൊരു തെറ്റിദ്ധാരണയാണ്. തെറ്റിദ്ധാരണേ? നീ എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് കൂടിയും പറയണോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയാൻ വന്ന കാര്യം പറയാം. ഞാൻ വിചാരിക്കണത് നീ പോയിസൺഡ് അയക്കണമെന്നാ. പോയിസണ്ടോ? നീ ഇതെന്ത് ബുൾഷിറ്റാ? നീ ആ ഫൈറ്റ് ചെയ്തപ്പോൾ മുതലേ ഞാൻ നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്റെ മുഖമാണെങ്കിൽ ആകെ വിളറി നിൽക്കുകയായിരുന്നു. പിന്നെ നിന്റെ കഴുത്തിലാണെങ്കിൽ ഒരു റെഡ് സ്പോട്ടും ഉണ്ടായിരുന്നു. പോയിസണ്ടോ? ഇല്ല, അങ്ങനെ വരാൻ ഒരു വഴിയില്ലല്ലോ. ഞാൻ ആ ഗ്രൂപ്പ് 12 അസൈൻ ആയപ്പോൾ മുതലേ ഞാൻ ആ പോയിസൺ സെക്ടത്തെ ജോങ്സ്യോനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഇതൊക്കെ എന്തിനാ ഇവൻ വന്ന് പറയണ? ഇനി ഞാൻ ശരിക്കും പോയിസൺഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഇവനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയതിന് ക്ഷമിക്കണം. പക്ഷേ ഞാൻ ശരിക്കും പോയിസൺഡ് ആയിട്ടുണ്ടെങ്കിൽ QI അഡ്ജസ്റ്റ്മെൻറ്റ് ടെക്നിക്ക് പെർഫോം ചെയ്യുമ്പോൾ തന്നെ അത് കണ്ടുപിടിക്കുമായിരുന്നു. ആ ടെക്നിക്ക് ചെയ്യുമ്പോൾ നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ? പോയിസൺഡ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി QI അഡ്ജസ്റ്റ്മെൻറ്റ് ടെക്നിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ചെറുപ്പം മുതലേ മാർഷൽ ആർട്സ് ഒന്നും പഠിക്കാത്തതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ അവൻ ഈ കാണിക്കുന്ന സിംറ്റംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ മൈക്രോടോക്സിൻ കാരണം അവൻ ശരിക്കും പോയിസൺഡ് ആയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഫിസിഷ്യൻ ബേക്ക് ആയിക്കൂടെ പാട്ടും പാടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഫിസിഷ്യൻ ബേക്ക്, ഓ യോവുൺ, കുറേ കാലമായാലും നിന്നെ കണ്ടിട്ട്. അല്ല, ശരിക്കും കുറേ കാലമായോ? ആ, അതെന്തേലും ആവട്ടെ. നിന്നെ കണ്ടതിൽ സന്തോഷം. നീ കഴിച്ചോ? ഇല്ല സാർ, എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇൻട്രപ്റ്റ് ചെയ്യണമെന്ന് എനിക്കിഷ്ടമല്ല. പക്ഷേ നിങ്ങൾ ഇവനെ ഒന്ന് ചെക്ക് ചെയ്യുമോ? ഞാൻ വിചാരിക്കുന്നത് ഇവൻ പോയിസൺഡ് ആയിട്ടുണ്ടെന്നോ. എന്ത്? പോയിസൺഡോ? പിന്നെ നമ്മളെ കാണിക്കുന്നത് സെക്കൻഡ് ഫ്ലോറത്തെ ഇൻഫർമറിയാണ്. ഇത് നിന്റെ വായയിലൂടെ ശ്വസിക്ക്. വായയിലൂടെ? ആ, ഒന്ന് നീട്ടി ശ്വാസം എടുത്താൽ മതി.
ഓക്കെ സാർ. അതങ്ങട്ട് വായ കൂടെ കയറിയതും ബേക്കിയുടെ മുഖമൊക്കെ ആകെ മാറി. അവൻ ചുമക്കാനൊക്കെ തുടങ്ങി. പിന്നെ മുന്നത്തെ പോലെ തന്നെ അവൻ്റെ ഫേസും നെക്കും ഒക്കെ ആകെ മാറാൻ തുടങ്ങി. ആ, ഇതെന്തായാലും മൈക്രോടോക്സിനാ. അല്ല, അപ്പോ ശരിയാ, നീ പോയിസൺഡ് ആയിക്കുണു. പക്ഷേ ഞാൻ QI അഡ്ജസ്റ്റ്മെന്റ് ടെക്നിക്ക് നടത്തുമ്പോഴൊന്നും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. അത് മാത്രമല്ല, പോയിസൺഡ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒന്നുമായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ഫുഡ് എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് മാത്രമേ കഴിക്കാറുള്ളൂ. മൈക്രോടോക്സിനൊക്കെ ശരിക്കും പറഞ്ഞാൽ വേറൊരു രീതിയിലാ. ഈ പോയിസൺ ഫോം ഒരിക്കലും നിന്റെ ബ്ലഡ് വെസൽ കൂടെ ഫ്ലോ ചെയ്യൂല. ഈ പോയിസൺ ആണെങ്കിൽ സ്റ്റൊമക്കും ലങ്സുക്കുമാണ് പോവുക. ലങ്സോ? ഇത് മറ്റുള്ളവരുടെ ഫുഡിൽ ചേർത്ത് അങ്ങനെ യൂസ് ചെയ്യുക. പിന്നെ വേറൊരു രീതി എന്ന് പറഞ്ഞാൽ ഇത് ക്രഷ് ചെയ്തിട്ട് ഒരു പൗഡർ ഫോമിലാക്കിയിട്ട് ഉറങ്ങുമ്പോൾ ഇതൊന്ന് ശ്വസിപ്പിച്ചാലും മതി. മൈക്രോടോക്സിന് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഡോസ് മതി. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ ഇത് ഇൻഹെയിൽ ചെയ്താലും അറിയൂല. നിന്റെ ഡോർമെട്രിയിൽ ആരെങ്കിലും പോയിസൺ ഉപയോഗിക്കുന്നവരുണ്ടോ? പിന്നെ നമ്മളെ കാണിക്കുന്നത് ബെഗി ആ ജോങ്സ്യോമിനെ ഇടിച്ച് വീഴ്ത്തി ലീഡറായ ദിവസമല്ലേ, അന്നാണ്. നീ കിക്ക് സെക്ടത്തെ ഒരു മെമ്പർ മാത്ര, കൂടുതലൊന്നുമല്ല. പോയിസൺ സെക്ടത്തെ യങ് മാസ്റ്ററായ ജോങ്സ്യോം ചിയോണിനെ ഇടിച്ച് വീഴ്ത്തിയിട്ട് നിനക്ക് നല്ല രീതിക്ക് നടക്കാൻ പറ്റും തോന്നുന്നുണ്ടോ ഇവിടെ? ഇവിടെ ടൈറ്റിൽസ് ഒന്നുമല്ല. ഈ അക്കാഡമിയിൽ സ്ട്രെങ്ത് ആണ് എല്ലാതും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പ്രൂവ് ചെയ്തു ഞാനാണ് ഇവിടെ സ്ട്രോങ്ങർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് 12 ലീഡർ സ്ഥാനം ഞാനങ്ങ് എടുക്കുക. നീ ആരാണെന്ന് നീ വിചാരിച്ച് എന്തായാലും നിന്റെ ഈ ചെറിയ വിക്ടറി നീ ആഘോഷിച്ചോ. പോയിസൺ സെക്ടത്തെ ടാലോൺസൊക്കെ ഒരു ലിക്കർ പോലെയാണ്. പഴകുന്തോറും അതിന് വീര്യം കൂടുന്നു പറയില്ലേ, അതുപോലെ. ഓ, അപ്പോൾ അന്ന് അവൻ അതാണല്ലേ ഉദ്ദേശിച്ച്? ആ ജോൺസൺ പട്ടി. ഇതെന്തായാലും നീ നേരത്തെ തന്നെ കണ്ടുപിടിച്ചത് നന്നായി. ഇനി നീ 7 ദിവസത്തിന് ആൻറ്റിഡോട്ട് എടുത്തു കഴിഞ്ഞാൽ നിനക്കൊരു കുഴപ്പമില്ലാതെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. പക്ഷേ അവൻ്റെ കഴുത്തിലൊരു റെഡ് സ്പോട്ട് ഉണ്ട്. അതിനർത്ഥം അതിപ്പോൾ മോശം അവസ്ഥയിലാണെന്നല്ലേ? ആ, ഓക്കെ. നീ പറഞ്ഞല്ലോ ആ ഫൈറ്റിനിടക്ക് നിനക്ക് ചെസ്റ്റിലൊരു അടി കിട്ടിയെന്ന്. അതുകൊണ്ട് അവൻ്റെ ലങ്സിനുണ്ടായ ഇമ്പാക്റ്റ് കാരണമാണ് ആ റെഡ് സ്പോട്ട് വന്നത്. അത് ടെമ്പററിയാ, മാറിക്കോളും. ഈ സിംറ്റംസൊക്കെ കുറേ നാളായിട്ട് നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ മോസ്റ്റ് ഗിഫ്റ്റഡ് ഡോക്ടേഴ്സിനെ പോലും നിന്നെ സഹായിക്കാൻ കഴിയില്ല. ബൈ ദ വേ, നിനക്കെങ്ങനെ ഇത്രത്തോളം ഇതിനെക്കുറിച്ചൊക്കെ അറിയണത്? മൈക്രോടോക്സിൻ കാരണം പോയിസൺഡ് ആയിട്ടാ എൻ്റെ അമ്മ മരിച്ചു പോയത്. ആ ടൈമിൽ ഞാനും കുറച്ചൊക്കെ പോയിസൺഡ് ആയിരുന്നു. ഐ ആം സോറി. ഞാൻ നിങ്ങളെ വേണ്ട പോലെ ഗ്രീറ്റ് ചെയ്യുക പോലും ചെയ്തില്ല. പക്ഷെ നിങ്ങളിപ്പോൾ എൻ്റെ ജീവിതമാണ് രക്ഷിച്ച്. താങ്ക് യു സോ മച്ച്. ഓ, അതൊന്നും കുഴപ്പമില്ല. ഓ, ഇപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഓർത്ത്. ഇത് ഞാൻ എൻ്റെ ടീച്ചറിൻ്റെ അടുത്ത് മുന്നേ കേട്ടിട്ടുണ്ട്. ഈ ഹൈനസ് ആയിട്ടുള്ള മൈക്രോടോക്സിൻ കാരണം ആരുടെയും ജീവൻ നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കണില്ല. അതുമാത്രമല്ല, ഈ മൈക്രോടോക്സിൻ്റെ ഒക്കെ സോഴ്സ് എവിടുന്നാണ് ഞാൻ കുറേ കാലമായി അന്വേഷിച്ചുകൊണ്ട് കിടക്കുക. ഇതെന്താ പെട്ടെന്നുണ്ടോ ഇവൻ്റെ ഒരു സാവേജ് എനർജി വന്ന്? അപ്പോൾ ഇനി ഇവിടെ കുറച്ച് റെസ്റ്റ് എടുക്കുകയല്ലേ? ഏ, ഇപ്പം നീ നിൻ്റെ ഡോമിലോട്ട് പോവുകയാണെങ്കിൽ എന്നെ പോയിസൺഡ് ആക്കിയ ആൾക്കാർ വീണ്ടും നിൻ്റെ അടുത്തേക്ക് വരും. നീ ഇവിടുന്ന് പോയി അവൻ്റെ അടുത്ത് ചെന്ന് റിവെഞ്ച് എടുക്കാൻ പോവുകയാണെന്ന് മാത്രം എന്നോട് പറയരുത്. നിൻ്റെ കാലിനും ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് നീ ഓർത്തോ. ഏയ്, ഇല്ല സാർ. ആ പോയിസണെ ക്യൂർ ചെയ്യേണ്ടതാണ് നിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അതുകൊണ്ട് തന്നെ ഫിസിഷ്യൻ ബേക്ക് പറഞ്ഞത് കേട്ട് ഇവിടെ റെസ്റ്റ് എടുത്തോ. ജോൺസനെ എൻ്റെ അടുത്തേക്ക് വിട്ടേക്ക് നീ. ഇനി നീ എന്താ അവനെ വെച്ച് പ്ലാൻ ചെയ്യണേ? ഞാൻ വിചാരിക്കണേ ഇതാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ള ഒരു പെർഫെക്റ്റ് ടൈമാണ്. ആ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു നീ കരുതുണ്ടോ? ഹേയ്, യു ലിറ്റിൽ വെർമിൻ. ആരെങ്കിലും ടെലിപ്പതിയിലൂടെ എന്നോട് സംസാരിക്കുകയാണോ? നീ അന്വേഷിക്കണ ആള് ഡോം 5ൻ്റെ അടുത്തുള്ള ഫോറസ്റ്റിലുണ്ട്. നീ പറഞ്ഞത് ശരിയാണെങ്കിൽ വൈകാതെ തന്നെ എൻ്റെ ബഡ്ഡി വന്നിട്ട് നിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെഡിൽ കിടക്കും. കേട്ടോടാ, യു ജെർക്ക്. ഏ, അവൻ എന്നെയാണോ ഇപ്പോൾ ഈ ജെർക്ക് എന്ന് വിളിച്ച്? അല്ല, ഒരിക്കലും അല്ല ഫിസിയൻ ബേഗ്. യോൺ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. പിന്നെ നമ്മളെ കാണിക്കുന്നത് അത് മൊഗിയായിരുന്നു. ജയിക്കാൻ പോണത് അവനോ അതോ ആ പോയിസൺ സെക്ടത്തെ പ്രാന്തനോ? ആരായാലും എനിക്ക് വിഷയമല്ല. രണ്ടിലാരെങ്കിലും ഒരാൾ മരിച്ചു കിട്ടിയാൽ മതി. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്നെയാണ് നോക്കിയത്. അവൻ എന്നെയാണ് ജെർക്കെന്ന് വിളിച്ച്. ഓ, പ്ലീസ് കാം ഡൗൺ സാർ. ആ, ഇതെന്തായാലും അവരുടെ അവസാനമാണെന്ന് ഞാൻ കരുതണം. പിന്നെ നമ്മളെ കാണിക്കുന്നത് ജോങ്സിയോമ് ആ ഫോറസ്റ്റിലൂടെ അങ്ങനെ നടക്കുന്നതാണ്. ഡോം 5 പ്രൊഫസർമാരാരും സ്റ്റേ ചെയ്യൂല. കാരണം ഇവിടെ ഒറ്റൊരാൾ പോലും ഇല്ല. പോയിസണസ് ഹെർബ്സ് കളക്ട് ചെയ്യാൻ പറ്റിയ സ്ഥലം ഇത്. ഡിമോണിക് ഡ്രാഗൺ മാർബിൾ കാരണം അസൻഡൻ മാസ്റ്റർ ലെവലിൻ്റെ ഏർലി സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ ഞാൻ
ഇനി കുറച്ചു കാലം ഇങ്ങനെ അങ്ങ് പോയാൽ മതി. എങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഡിമോണിക് പോയിസൺ സ്റ്റേറ്റിൻ്റെ 5th സ്റ്റേജിലേക്ക് എത്തും. 4th സ്റ്റേജിലായതുകൊണ്ട് തന്നെ ബേസിക് പോയിസൺ ആർട്സ് മാത്രമേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ 5th സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ പോയിസൺ ആർട്സ് പവറൊക്കെ കൂടുതൽ ഡെഡ്ലി ആയി മാറും. പിന്നെ എനിക്ക് മൈക്രോടോക്സിനൊന്നും ആശ്രയിക്കേണ്ടി വരില്ല. എൻ്റെ ഷിയർ പവർ മാത്രം മതി ആ ബേക്കിനെ എൻ്റെ കാലിൻ്റെ അടിയിലാക്കാൻ. ആ മൈക്രോടോക്സിന് മുന്നേ ഞാൻ തന്നെ നിന്നെ നശിപ്പിക്കൂടാ. നീ എന്താടാ അവിടെ നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? ആരാ അത്? ആ വോയിസ് കേട്ടിട്ട് അത് പ്രൊഫസർമാരാരും ആവില്ല. ഈ ഡിം ലൈറ്റ് കാരണം ആരാണതെന്ന് എനിക്ക് കാണാനും പറ്റണില്ല. കണ്ടിട്ട് നിന്റെ ആ മൈക്രോടോക്സിൻ പ്രാങ്ക് കൊണ്ട് നീ പ്രൗഡായി നിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. നീയോ? നീ എന്താ ഇവിടെ ചെയ്യണേ? അല്ല, അവനിപ്പോൾ മൈക്രോടോക്സിൻ എന്നാണോ പറഞ്ഞ്? ബേഗിയുടെ കഴുത്തിലുള്ള റെഡ് സ്പോട്ട് ഞാൻ കണ്ടു. ആ അടയാളമൊക്കെ കണ്ടിട്ട് ഞാനത് കണ്ടുപിടിക്കില്ല എന്ന് നീ കരുതിയോ? എന്ത്? നിനക്കെങ്ങനെയാ ഇതിനെക്കുറിച്ചൊക്കെ അറിയണത്? ആ, ഐ സീ. ശരിയാ, അതുകൊണ്ടാണല്ലേ നിനക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയണത്. ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച്. നിന്റെ ഫിൽത്തി മദർ മൈക്രോടോക്സിൻ കാരനാണല്ലോ മരിച്ച്. അത് പറഞ്ഞതും യൗവണ് ഫസ്റ്റ് ഇടി അവൻ്റെ മുഖത്തേക്ക് കൊടുത്തു. അതും ഒരു 1.5 കിൻഡലിടി. അങ്ങനെ തെറിച്ചു പോയി അവനെ. ആ തെറിച്ചു പോകുമ്പോൾ നിൽക്കണില്ല, നോൺ സ്റ്റോപ്പായി കറങ്ങി 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 അങ്ങനെ പോവുകയാണ്. എന്നിട്ട് പോയിട്ട് നേരെ ഒരു പാറമ പോയിടിച്ച് പാറ എന്നെ അങ്ങോട്ട് പൊട്ടി. അവൻ ചോരയും ഛർദ്ദിച്ച് അവിടെ ഇരുന്നു. വാട്ട് ദ ഹെൽ? എന്താ ഇപ്പം നടന്നേ? നീ കൂടുതലായിട്ട് സൂഹിക്കാൻ നിൽക്കണ്ട. ഇത് ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ബ്രാറ്റ് അവ ശരിക്കും എന്നെ കൊല്ലാൻ വേണ്ടി നിൽക്കുകയാണോ? ഇല്ല, അതൊരിക്കലും നടക്കൂല. ഈ അക്കാഡമിയിൽ റൂൾസൊക്കെ ഉള്ളതല്ലേ. അവൻ ജസ്റ്റ് ഒന്ന് ടഫായിട്ട് ആക്ട് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷേ എനിക്കെൻ്റെ ബോഡി മൂവ് ചെയ്യാനേ പറ്റണില്ല. കമോൺ മൂവ്. നീ ഇപ്പോൾ പൊറുക്കാനാവാതെ തെറ്റാ ചെയ്ത്. നിനക്കറിയണോ എന്താ അതെന്ന്? ജോങ്സോമാണെങ്കിൽ മൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുക. അവനാണെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും അവിടുന്ന് അനങ്ങാനേ പറ്റണില്ല. നീ ഇപ്പം എൻ്റെ അമ്മയാണ് ഇൻസൾട്ട് ചെയ്ത്, അതും നിൻ്റെ ആ ഫിൽത്തി മൗത്ത് വെച്ച്. യു ലോലി കോമണർ എന്നും പറഞ്ഞ് ജോങ്സോമ് അവിടുന്ന് എണീറ്റ് യോവോൻ്റെ അടുത്തോട്ട് ചാടി. നീ ഒരിക്കലും നിൻ്റെ ഗാർഡ് ഡൗൺ ചെയ്യാൻ പാടില്ലായിരുന്നു. എൻ്റെ 10 സ്റ്റാർ അറ്റാക്ക് എങ്ങനെയാ അവനത് ഈസിയായിട്ട് ബ്ലോക്ക് ചെയ്ത്? യോവണ അറ്റാക്ക് തടഞ്ഞ് അവൻ്റെ കൈ പിടിച്ചണ്ട് ഒടിക്കാൻ തുടങ്ങി. വേദനയെ കൊണ്ട് അവൻ ഭയങ്കരമായിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ഈ ബ്രാറ്റ് എന്നെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയല്ല. നാശം, എനിക്ക് എങ്ങനെയെങ്കിലും അവനെ കൊല്ലണം. പെട്ടെന്നാണ് ജോങ്സോമ് അവൻ്റെ കയ്യിൽ നിന്ന് പോയിസണായിട്ട് സ്പ്രേ ചെയ്തു. ഇതായതും യോവണായിട്ട് തെറിച്ചു പോകാൻ തുടങ്ങി. ജോങ്സോം വിട്ടില്ല, അവനങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടേയിരുന്നു. യോവോൻ്റെ മുഖവും കയ്യൊക്കെ ആകെ പൊള്ളി. ഇപ്പം നീ വാടാ. നീ ഡിസ്ട്രക്റ്റീവ് ഡിമോണിക് പോയിസൺ സ്റ്റേറ്റിൻ്റെ 4th സ്റ്റേജിലാണെങ്കിൽ പോലും നീ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ ചെസ്റ്റിന്ന് 7 വ്യത്യസ്ത പോയിസൺസ് ഉണ്ടാക്കാൻ പറ്റും. ഇത് ആസിഡാ, അതിൽ വെച്ച് ഏറ്റവും വീര്യം കൂടിയത്. ഞങ്ങളെ സെക്ടത്തെ ഹെഡ് ഞങ്ങളെ വാൺ ചെയ്തിട്ടുള്ളതാ. ഈ പോയിസൺ ഭയങ്കര ഡേഞ്ചറസ് ആണ്, ഇതൊരിക്കലും കൾട്ടിൽ ആർക്കെതിരെയും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ ഞാനൊന്നും ചെയ്തില്ല, അവനാണ് എൻ്റെ ലൈഫ് ഡേഞ്ചറിലാക്കിയത്. ഏ പിന്നെ നോക്കുമ്പോൾ നാനോ യോവോൻ്റെ ആ പൊള്ളിയ ഭാഗമൊക്കെ ഹീൽ ചെയ്യാൻ തുടങ്ങി. അവൻ്റെ സ്കിന്നൊക്കെ റീജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് ജോങ്സോമ ആകെ അന്തം വിട്ട് നിൽക്കുക. അത് അത് നീ എങ്ങനെയാ ചെയ്ത്? എന്തപ്പോൾ ഇവിടെ സംഭവിച്ച്? അവൻ ആ പോയിസൺ ന്യൂട്രലൈസ് ചെയ്യുക മാത്രമല്ല ചെയ്ത്, അവൻ്റെ സ്കിന്ന് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് വന്നു. ഒരു ട്രാൻസൻ മാസ്റ്റർക്ക് പോലും ഒരിക്കലും ഇത് ചെയ്യാൻ സാധിക്കൂല. ജോങ്സോമ ആകെ പേടിച്ചവിടെ വീണുപോയി. നീ നീ ആരാ? നീ ഒരു മോൺസ്റ്ററാണോ? യോവോൻ്റെ ആ നൃത്തം കണ്ടിട്ട് തന്നെ അവൻ ആകെ പേടിച്ചു. നീയും നിൻ്റെ ഒരു നശിച്ച പോയിസണും. നീ ആ പോയിസൺ സെക്ടത്തെ ആളായതുകൊണ്ട് ഇതെന്തായാലും നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാ. പക്ഷേ നിനക്കൊരു കാര്യം അറിയോ? നിന്നെപ്പോലുള്ള പോയിസൺ യൂസേഴ്സിനെ ജീവനോടെ വിടാൻ എനിക്ക് നല്ല ഒരു കാരണം പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. നീയും നിൻ്റെ ആൾക്കാരൊക്കെ ഒരു ട്രാഷാടാ. പിന്നെ നമ്മളെ കാണിക്കുന്നത് യോവോണ് അവനെ അടിക്കണ്ട. അവനെ അടിച്ച് ഭയങ്കരമായിട്ട് ദൂരത്തേക്കണ്ട് തെറിപ്പിച്ചു. ചോര ഛർദ്ദിച്ച് അവൻ അവിടെ പോയിട്ടുണ്ട് വീണു. അവൻ്റെ പല്ലൊക്കെ പറഞ്ഞ് പോരാൻ തുടങ്ങി. പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിടൂ, ഞാൻ നിന്നോട് യാചിക്കുകയാണ്. പ്ലീസ് പ്ലീസ്, ഈ ഒരു പ്രാവശ്യത്തിന്. നിനക്കെന്താ വേണ്ടത്? ഞാൻ നിന്നെ വെറുതെ വിടേ?
ഞാനോ? അതും നിന്നെ? നിന്റെ ആൾക്കാർ കാരണമാണ് എൻ്റെ അമ്മ അത്രത്തോളം വേദനയിലാ മരിച്ചത്. എന്നിട്ടും ഞാൻ നിന്നെ സ്പെയർ ചെയ്യാന്നാണോ നീ പറയണത്? വേണ്ട, പ്ലീസ്. ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്ന തോന്നുന്നു. അവൻ എന്നോട് ക്ഷമിക്കുന്ന് ഒരിക്കലും തോന്നുന്നില്ല. ആ, ഇവിടെ അടുത്താണ് പ്രൊഫസർമാർ താമസിക്കണത്. അവൻ നിലവിളിക്കാൻ തുടങ്ങി, ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കൂ. പെട്ടെന്നാണ് യോവോണ് അവൻ്റെ പ്രഷർ പോയിന്റിലോട്ട് ഇടിച്ച്. അത് കാരണം കൊണ്ട് അവൻ്റെ വോയിസ് പുറത്ത് കേൾക്കാൻ പറ്റാതായി. നീ നിലവിളിച്ച പ്രൊഫസർമാർ അവരുടെ ഡോമെന്ന് വന്ന് നിന്നെ രക്ഷിക്കുമെന്ന് നീ വിചാരിച്ചോ? നീ എന്താ വിചാരിച്ച്? നീ അത് ചെയ്യാൻ ഞാൻ അനുവദിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ കൈ കൊണ്ടല്ലേ നീ ഇപ്പോൾ എൻ്റെ മേലിൽ പോയിസൺ സ്പ്രേ ചെയ്ത് എന്നും പറഞ്ഞ് യോവോൺ ആ കൈ കണ്ട് ചവിട്ടി ഓട്ടിച്ചു. അവൻ ഓരോന്ന് വിളിച്ച് പറയാൻ തുടങ്ങി. പക്ഷെ അതൊന്നും യോവോണിന് മനസ്സിലാവുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാനും അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അവൻ പറയണത് അത് ആ കൈയല്ലാന്നാ. ഈ രാത്രി എന്തായാലും ഞാൻ നിന്നെ കൊല്ലില്ല. നിന്നെപ്പോലുള്ളൊരു ലോ ലൈഫ് കാരണം ഈ അക്കാഡമിയിൽ നിന്ന് പുറത്തു പോവാൻ എനിക്ക് വയ്യ. അവൻ അവൻ എന്നെ വെറുതെ വിടാൻ പോവുകയാണോ? പക്ഷേ ഒന്ന് മരിച്ചിരുന്നെങ്കിന്ന് നിന്നെക്കൊണ്ട് പറയിപ്പിക്കും ഞാൻ. ആദ്യം തന്നെ എൻ്റെ ബോൺസ് ഒന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലത്തിന് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ശരിക്കും ട്രാക്ക് കയറിയതേ. അങ്ങനെ യോവോൺ അവൻ്റെ അമ്മയെ ഇഞ്ചിഞ്ചായി കൊന്നവരോടുള്ള പക തീർക്കുകയാണിപ്പോൾ. എത്ര മാരകമായ ആസിഡ് ഒഴിച്ചിട്ടും നാനോയുടെ പവർ കൊണ്ട് യോവോൺ അത് നിമിഷ നേരം കൊണ്ട് ഹീൽ ചെയ്ത് കണ്ടപ്പോൾ തന്നെ ജോങ്സോം ആകെ ഞെട്ടിത്തിരിച്ചു പോയി. സ്വന്തം അമ്മ അനുഭവിച്ച വേദന ഓർത്ത് യോവൺ അവൻ അവിടെ ഇട്ട് കൊല്ലാതെ കൊല്ലുകയാണ് ഇപ്പം തന്നെ. നിലവിളിക്കാൻ പോലും സമ്മതിക്കാതെ കയ്യെ കൊടിച്ചു വെച്ചു. പക്ഷെ അക്കാദമിയിൽ വെച്ചൊരു സ്റ്റുഡൻറ്റിനെ കൊന്ന അത് അവിടുത്തെ നിയമത്തിനെതിരല്ലേ? യോവൺ അവനെ കൊല്ലുമോ അതോ വെറുതെ വിടുമോ? ഈ മാസ് ഫൈറ്റിന് ശേഷം ബേക്കി യോവോണിൻ്റെ ടീമിൽ ചേരുമോ? ഇതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, ബൈ ബൈ.